ഈ ഒരു സ്നാക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലില്ലാത്തത് നോക്കിയിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ചെറിയൊരു നാരങ്ങയുടെ പീസ് കൂടെ എടുത്തിട്ട് അതിൻ്റെ നീര് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല, അപ്പോൾ തന്നെ നമുക്ക് വേഗം ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സാവധാനം ആയാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളി കൂടെ വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിത് ഇത്രയും ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 ഉള്ളിയാണ് ഇതിപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചിക്കന് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ തിരിച്ച് മറിച്ചൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി വഴറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും നന്നായിട്ട് വാടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കിട്ട് കൊടുക്കാനുള്ളത് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും. അപ്പോൾ ഞാൻ 2 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത് നന്നായി ചതച്ചതോ അല്ലെങ്കിൽ നന്നായി പേസ്റ്റ് ആക്കിയതോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അതിന് ശേഷം ചിക്കന് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടെ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതാദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 ടീസ്പൂണ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഈ പൊടികളുടെ ആ ഒരു പച്ചമണക്കൊന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്യാൻ നേരത്ത് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ ഉണ്ടെങ്കിൽ അത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ കറിവേപ്പിലയാണ് കേട്ടോ ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ഇനി വേണമെങ്കിൽ ആവശ്യത്തിന് വേണമെങ്കിൽ ഇനി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ ഇത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു മസാലയ്ക്ക് അതുകൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേവിച്ച് ഉടച്ചിട്ട് അതിലേക്ക് കൂടെ ഇത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് നമുക്ക് കൈ കൊണ്ടൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിൽ കുഴയ്ക്കാൻ കഴിയണില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് കുറേശ്ശായിട്ട് എടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു വട്ടത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ. പിന്നെ ഇനി ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് നമുക്ക് അങ്ങനെ ആ ഒരു ഷേപ്പിലും വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളിതാ ഈ ഒരു രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള മാവ് കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ 1/2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിതാ 1/2 കപ്പ് നിറയെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊടിയിൽ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കപ്പ് തന്നെ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അതിലേക്ക്. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചാൽ കട്ടയായിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറേശ്ശെയായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ നല്ലത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് മാവ്.
ഇനി ഞാനിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ പൊടികൾ ഇടണം നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇത് കൂടെ ഇടുമ്പോൾ നന്നായിട്ട് നല്ല എരിവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അത് ഈ പൊടികൾ ഇടാതെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതാ ചട്ടിക്കടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായതിന് ശേഷം നമുക്കിതാ ഈ ഓരോ ഷേപ്പുകളും ഈ മാവിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് തീയൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. അതിനുശേഷം ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് ചെറുതായി വെന്ത് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് കണ്ടോ, ഈ ഒരു ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്കിത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കൻ ഇല്ലാതെ ഉണ്ടാക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങും ഉള്ളിയും പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ചിക്കൻ ഇല്ലാത്ത ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് മുഴുവനും ഇട്ടിട്ട് ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇതില്ലാതെ നമുക്ക് കഴിക്കാം, ഇതുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ.